റെജീന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബ്രോയിലർ കോഴിയിൽ ഹോർമോൺ കുത്തിവെക്കുന്ന ഇറച്ചി കോഴിയൊക്കെ റെജീന എന്ത് തീറ്റയാണ് കൊടുക്കുന്നത്? അപ്പൊ റെജീന ഈ BB380 ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് ഇത് എടുത്തു? റെജീന, ഈ കോഴി കൃഷിയിലേക്ക് എങ്ങനെയായിരുന്നു തുടക്കം? റെജീന ഒരു 8000 ബ്രോയിലർ കോഴിയുടെ ഡേ ഓൾഡിനെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ 35 ദിവസം ആകുമ്പോഴത്തേക്ക് എത്ര കോഴി നമുക്ക് നഷ്ടം വരും? വെള്ളത്തിൽ നമ്മളെ അഡീഷണൽ ഫുഡ് സപ്ലിമെന്റ് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം, വൈറ്റമിൻ. അപ്പോൾ റെജീന ഈ കോഴിയുടെ ഡേ ഓൾഡ് കുഞ്ഞിനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ വാക്സിനേഷൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ജെസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, കേവലം ഒരു വീട്ടമ്മയിൽ നിന്നും 10,000-ൽ പരം കോഴികൾ വളർത്തുന്ന ഒരു കർഷകയുടെ ഫാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഹലോ റെജീന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ഫാം എവിടെയാണ്? ഇത് വെളുന്നല്ലൂർ പഞ്ചായത്തിൽ മോട്ടോർകുന്ന്. ഈ ഫാമിൽ വരണമെങ്കിൽ എങ്ങനെ വരാം? ആയിരിൽ നിന്നും ഓയിരിൽ നിന്നും പള്ളിക്കൽ നിന്നും വരാം. ഇവിടെ എത്താൻ പറ്റും. എത്ര വർഷമായി കോഴി ഫാം തുടങ്ങി? 5 വർഷം കൊണ്ട്. 5 വർഷമായി. അതിനു മുമ്പ് റെജീന ആരായിരുന്നു? ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു. ഇപ്പോൾ ഏകദേശം എത്ര കോഴികൾ മൊത്തം കൃഷി ചെയ്യുന്നു? മൊത്തത്തിൽ 7000 കോഴി ഉണ്ട്. അതായത് വെറും ഒരു വീട്ടമ്മയിൽ നിന്നാണ് 7000 കോഴികളെ വളർത്തുന്ന ഒരു കർഷകയായി മാറിയിരിക്കുകയാണ്. വളരെ സന്തോഷം കണ്ടതിൽ തന്നെ. ഓക്കെ, ഇപ്പോൾ ഏതൊക്കെ ഇനത്തിലുള്ള കോഴികളാണുള്ളത്? BB380 ബ്രോയിലറും ഉണ്ട്. ബ്രോയിലർ കോഴി ഉണ്ട്. ബ്രോയിലർ 6000 കോഴി, ബ്രോയിലറും 1000 BB380. റെജീന, ഈ കോഴി കൃഷിയിലേക്ക് എങ്ങനെയായിരുന്നു തുടക്കം? ഞാൻ ആദ്യം എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി ഒരു 100 കോഴിയായിട്ട് വളർത്തിയപ്പോൾ അതൊരു പുള്ളി വന്ന് വാങ്ങിക്കൊണ്ട് പോയി. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്. അങ്ങനെ പിന്നെ കൂടുതൽ ട്രെയിനിങ്ങിനൊക്കെ പോയി പഠിച്ച് അതിനുശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഇപ്പൊ എങ്ങനെയാണ് കോഴി കൃഷി? ലാഭകരമാണ് ആണല്ലേ? എങ്ങനെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുത്ത്? ഞാൻ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുത്ത് 4 വാക്സിൻ കൊടുക്കുന്നുണ്ട്. 7-ന്, 14-ന്, 21-ന്, 28-ന് 4 വാക്സിനും കൊടുത്ത് 45 ദിവസം ആവുമ്പോഴാണ് സെയിൽ തുടങ്ങുന്നത്. 1.5 മാസം ആകുമ്പോൾ സെയിൽ തുടങ്ങും. അപ്പൊ ഈ 1.5 മാസമായ കോഴി കുഞ്ഞുങ്ങൾക്ക് BB380 ഏത് വിലക്കാണ് നമ്മൾ? 170 രൂപ റേറ്റിലാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് കേരളത്തിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈവേ ഡെലിവറി ഉണ്ട്. അപ്പോൾ ഹൈവേ ഡെലിവറി വഴി നമുക്ക് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും കോഴിയെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് വളരെ കാര്യമാണ്. റെജീന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കോഴി വളർത്തല് ലാഭകരമായിട്ടാണോ തോന്നുന്നത്? ലാഭകരമാണ്. ആണല്ലേ? നമുക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടും. അപ്പോൾ റെജീന, ഈ കോഴിയുടെ ഡേ ഓൾഡ് കുഞ്ഞിനെയാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ വാക്സിനേഷൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? 7-ന് ലെസോട്ട വാക്സിൻ കൊടുക്കും. അത് കണ്ണിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ണില്. പിന്നെ 14-ന് IVD കൊടുക്കും. അതും കണ്ണിലാണ് കൊടുക്കുന്നത്. പിന്നെ 21-ന്റെ അന്ന് ലെസോട്ട ബൂസ്റ്റർ കൊടുക്കും. 28-ന്റെ അന്ന് IVD ബൂസ്റ്റർ കൊടുക്കും. ഇത് രണ്ടും വെള്ളത്തിൽ കൊടുക്കും. അപ്പോൾ വാക്സിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ എങ്ങനെയാ കോണ്ടാക്ട് ഉണ്ട്? നിരന്തരം ബന്ധപ്പെടാറുണ്ട്. നമ്മൾ അതിന് ആദ്യം വാങ്ങിച്ച കസ്റ്റമേഴ്സ് പിന്നെ ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. ഇപ്പോഴും അവർ വിളിക്കാറുണ്ട്. ഗുണം ദോഷങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. സംശയങ്ങളൊക്കെ മാറ്റി. അപ്പൊ ഈ 5 വർഷം കൊണ്ട് വീട്ടമ്മയെന്ന റെജീന ഈ കോഴി വളർത്തലിന്റെ A to Z കാര്യങ്ങൾ പഠിച്ചു അല്ലേ? വളരെ സന്തോഷം. എല്ലാ വീട്ടമ്മമാർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. വെള്ളത്തിൽ നമ്മളെ അഡീഷണൽ ഫുഡ് സപ്ലിമെന്റ് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം? വൈറ്റമിൻ കൊടുക്കാറുണ്ട്. കൊണ്ടുവന്ന് 3-ാം ദിവസം മുതൽ ന്യൂറോബയോൺ കൊടുക്കും. പിന്നെ ഗ്രോവി പ്ലസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വിമ്രാൾ കൊടുക്കുന്നുണ്ട്. ഈ 45 ദിവസം വരെയും വൈറ്റമിനും കൂടെ കൊടുത്താണ് ഞാൻ വളർത്തുന്നത്. അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. ഒരു അസുഖങ്ങളും വരത്തില്ല. കൊണ്ടുപോയവരാരും രോഗം വന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. അത് മാത്രമല്ല, കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തിയാണ്. അത് വൈറ്റമിൻ സപ്ലിമെന്റ് കൂടെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും. അതെ.
അപ്പൊ റെജീന ഈ BV380 ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് ഇത് എടുത്തത്? ഞാൻ തൃശ്ശൂരിൽ നിന്ന് കെപ്കോയിൽ നിന്നാണ് എടുക്കുന്നത്. അവിടെ നിന്നാണ് എടുക്കുന്നത്. ആ, അവിടെ നിന്ന് വണ്ടിയിലിങ്ങ് വരും, എനിക്ക് രാവിലെ കൊണ്ടുതരും. അപ്പോൾ അതിന് നമുക്ക് വിശ്വസിച്ച് ആർക്ക് വേണേലും കൊടുക്കാം. ഫസ്റ്റ് ഗ്രേഡ് കുഞ്ഞിനെയാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഗ്രേഡ് കുഞ്ഞിനെ അങ്ങനെയുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് കുഞ്ഞിനെ നോക്കി നമ്മൾ എടുക്കുന്നു. അപ്പൊ നമ്മളെ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും. ആ, അതെ. റെജീന, ഇതിപ്പോ എത്ര ദിവസം പ്രായമായ കുഞ്ഞ്? 55 ദിവസം പ്രായമായ. എത്ര മാസം ആകുമ്പോഴാണ് മുട്ടയിടുന്നത്? 4.5 മാസത്തിൽ മുട്ടയിട്ട് തുടങ്ങും. എത്ര വർഷം വരെ കണ്ടിന്യൂസ്? 1.5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അത് കഴിഞ്ഞിട്ട് മുട്ടയിടും. അത് കഴിയുമ്പോൾ നമുക്ക് ഇറച്ചിക്ക് കൊടുക്കാം. 2.5 വർഷം വരെ നമുക്ക് ഇതിനെ വളർത്താം. അതിനുശേഷം ഇറച്ചിക്ക് കൊടുത്താൽ മതി. 1.5 വർഷം കഴിയുമ്പോൾ മുട്ടയുടെ എണ്ണം കുറയും. 320 എന്നുള്ളത് അളവ് കുറയും. മനസ്സിലായി. അപ്പൊ ഒരു വർഷത്തിൽ 320 മുട്ടയിടും. ഓക്കെ. റെജീന, ഇത് എല്ലാം ബ്രോയിലർ കോഴികളാണ്. എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ഒരു 8000 കോഴി. 8000 ബ്രോയിലർ കോഴികളുണ്ട് അല്ലേ? അപ്പൊ ഈ ബ്രോയിലർ കോഴികൾ എങ്ങനെയാണ്? ഇത് ഡേ ഓൾഡ് ആണോ എടുക്കുന്നത്? ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി 38 ദിവസം ആവുമ്പം ലിഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇത് എവിടെ നിന്നാണ് ഇതിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുന്നത്? ഞങ്ങള് കേരള ചിക്കൻ പദ്ധതി മുഖാന്തരം ചെയ്യുന്നതാണ്. അവര് തന്നെയാണ് കുഞ്ഞിയും തീറ്റയും സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡേ ഓൾഡിനെ എടുത്താല് എത്ര ദിവസം കഴിയുമ്പോഴും നമുക്ക് അവർക്ക് ചിക്കൻ പരുവത്തിൽ കൊടുക്കാൻ പറ്റും? 38 ദിവസം ആകുമ്പോൾ 2 കിലോ വെയിറ്റ് ആവും. 38 ദിവസം ആകുമ്പോൾ 2 കിലോ വെയിറ്റ് വരും. അവര് തന്നെ എടുത്തു, അവര് തന്നെ ലിഫ്റ്റ് ചെയ്തു. ഇത് ലാഭകരമാണ്. ബ്രോയിലർ കോഴിയുടെ ചിക്സിനെ എടുത്ത് വളർത്തി കൊടുക്കുന്നത് ലാഭകരമാണ്. ഓക്കെ. റെജീന, ഒരു 8000 ബ്രോയിലർ കോഴിയുടെ ഡേ ഓൾഡിനെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ 35 ദിവസം ആകുമ്പോഴത്തേക്ക് എത്ര കോഴി നമുക്ക് നഷ്ടം വരും? ഒരു 100 കോഴിക്ക് അകത്തേ നഷ്ടം വരും. ബാക്കിയെല്ലാം നമുക്കെല്ലാം കിട്ടും. ഈ ബ്രോയിലർ കോഴിയുടെ കൂട് വളരെ സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതെ. ഇത് നല്ല എയർ സർക്കുലേഷൻ ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അവര് സേഫും ആണല്ലോ, നെറ്റ് അടിച്ചിരിക്കുന്നോണ്ട് ഇഴജന്തുക്കളുടെ ഒന്നും ശല്യം ഉണ്ടായിട്ടില്ലല്ലോ. ഇതിപ്പോ എത്ര ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാ റെജീന? 18 ദിവസം പ്രായമായ. 18 ദിവസം പ്രായമായത്. ഇറച്ചി കോഴിയൊക്കെ റെജീന എന്ത് തീറ്റയാ കൊടുക്കുന്നത്? 3 തരം തീറ്റയാണ് കൊടുക്കുന്നത്. ആദ്യം 10 ദിവസം പ്രീ സ്റ്റാർട്ടർ, പിന്നീട് സ്റ്റാർട്ടർ, അവസാന ഘട്ടം ഫിനിഷർ. അതിന് പ്രത്യേകം തീറ്റ നമുക്ക് മാർക്കറ്റിൽ ഉണ്ട്. റെജീന, ഈ ബ്രോയിലർ കോഴിയെ മുട്ടയിടും? ഇല്ല. ഇതില് മെയിലും ഫീമെയിലും ഉണ്ടോ? ഉണ്ട്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? 25 ദിവസം ആകുമ്പോഴേ പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ പറ്റും. 25 ദിവസം ആകുമ്പോൾ മെയിലാണോ ഫീമെയിലാണോ തിരിച്ചറിയാൻ പറ്റും. റെജീന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബ്രോയിലർ കോഴിയിൽ ഹോർമോൺ കുത്തിവെക്കൊന്നും ഇല്ല? യാതൊന്നും കുത്തിവെക്കുന്നില്ല. ഇല്ല. അപ്പൊ ഈ വാക്സിൻ മാത്രമേ ഉള്ളൂ. പിന്നെ 15 ദിവസം ഇടവിട്ട് ഞങ്ങൾ കരിപ്പോട്ടി കാപ്പി കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണ്. അത്രേ ഉള്ളൂ. അത് വളർച്ചയ്ക്ക് വേണ്ടി. ഞാൻ കേട്ടിട്ടുള്ളത് ഇതിന് ബ്രോയിലർ കോഴിക്ക് ഹോർമോൺ കുത്തിവെക്കും എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ വെറുതെ ഉള്ള തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഹോർമോൺ ഒന്നും ഒന്നുമില്ല. അപ്പൊ വിശ്വസിച്ച് നമുക്ക് ഇറച്ചി മേടിച്ച് കഴിക്കാം. റെജീനയുടെ ഫാമിലി? ഇതെന്റെ ഹസ്ബൻഡ് സലീം, പ്രവാസിയായിരുന്നു. 7 വർഷം കൊണ്ട് നാട്ടിലുണ്ട്. അതിനുശേഷം ട്രെയിനിങ്ങിനൊക്കെ പോയതിനു ശേഷമാണ് ഫാമിലേക്ക് വരുന്നത്. അതെ.
സാറ് സഹായിക്കാറുണ്ടോ? സാറാണ് സഹായിക്കുന്നത് കൂടുതൽ. സഹായിക്കും. ഓക്കെ. മക്കളൊക്കെ? മക്കള് 2 പേര്. മോള് അബുദാബിയിലാണ്, മോൻ ചെന്നൈയിൽ നിന്ന് പഠിക്കുന്നു. ഈ മക്കളെയൊക്കെ പിന്നെ പഠിക്കാനൊക്കെ ഉള്ളത് വരുമാനമല്ല ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ സന്തോഷമാണ്. ഓക്കെ. ഫ്രണ്ട്സ്, കേവലം ഒരു വീട്ടമ്മയിൽ നിന്നും 10,000 കോഴികളെ വളർത്തുന്ന ഒരു സർക്കാർ സംരംഭത്തിൻ്റെ ഉടമയായി നമ്മുടെ റെജീനയ്ക്ക് മാറാമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആകാൻ പറ്റും. മറ്റൊരു അവസരവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.